കാലവർഷം എത്തും മുമ്പേ എത്തിയ ന്യൂനമർദ്ദം വടക്കൻ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഒരുപോലെ മഴക്കെടുതികൾ വരുത്തി മുന്നേറുകയാണ്. വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴക്കെടുതി വാർത്തകൾ വരുന്നു. അതേസമയം തലസ്ഥാനത്താകട്ടെ രാത്രി മുഴുവനും തോരാത്ത മഴ 12 വീടുകൾ പൂർണ്ണമായും 30 വീടുകൾ ഭാഗികമായും തകർന്ന ഒരു സാഹചര്യമുണ്ട്. മരങ്ങൾ കടപുഴകി വീണു. പലയിടത്തും ഗതാഗത തടസ്സമുണ്ട്. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട പ്രദേശങ്ങളുണ്ട്. ഇനി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ നേരത്തെ മണിക്കൂറുകളുടെ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. കണ്ണൂരും കാസർഗോഡും ദിവസത്തെ റെഡ് അലേർട്ട് നൽകിയത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരാനിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും രാവിലെയും ശക്തമായ മഴ തലസ്ഥാനത്ത് ഉൾപ്പെടെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. കോഴിക്കോട്, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ നിന്നും വരുന്ന സമാനമായ വാർത്തകൾ തന്നെ. മലപ്പുറം നിലമ്പൂരിലെ ആഢ്യൻപാറ വെള്ളച്ചാട്ടം, കരുവാരക്കുണ്ടിലെ കേരളാംകുണ്ട് വെള്ളച്ചാട്ടം, കരുവാരക്കുണ്ടിലെ കേരളാംകുണ്ട് വെള്ളച്ചാട്ടം എന്നീ ഡെസ്റ്റിനേഷനുകൾ ഒക്കെ ഓറഞ്ച് റെഡ് അലേർട്ട് കഴിയുന്നതുവരെ അടച്ചിടും. അങ്ങനെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വിലക്കുണ്ട്. അടച്ചിരിക്കുകയാണ് മിക്കിടത്തും. പുലർച്ചെയുണ്ടായ ശക്തമായ കാറ്റിൽ കോട്ടയം തലനാട് വെള്ളാനി ഗവൺമെൻറ് LP സ്കൂളിൻ്റെ മേൽക്കൂര തകർന്ന വാർത്ത കൂടി വരുന്നു. കെട്ടിടത്തിലുണ്ടായിരുന്ന കുട്ടികളുടെ പഠനോപകരണങ്ങളെല്ലാം നശിച്ച ഒരു സാഹചര്യം അവിടെയുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ടിൻഡു, കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് എന്നിവരാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ആദ്യം ദിസ്നയിലേക്ക് എത്താം. ദിസ്ന, ഈ മലബാർ മഴക്കെടുതി രൂക്ഷമാണ് എന്ന വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. രാവിലെ മുതൽ ദിസ്ന നമുക്ക് വിവരങ്ങൾ നൽകി വരികയുമായിരുന്നു. തീർച്ചയായും മനു, കോഴിക്കോടിന്റെ നഗരതീരദേശ മേഖലകളിൽ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു വിവരം എന്ന് പറയുന്നത് ഈ കോഴിക്കോട് നല്ലളത്ത് 110 kV ലൈൻ ടവർ ചെരിഞ്ഞിട്ടുണ്ട്. ലൈൻ നിലമ്പത്താതിരുന്നത് വൻ ദുരന്തമാണ് ഒഴിവായത്. ഈ വെള്ളക്കെട്ടിൽ സ്ഥാപിച്ച ടവറാണ്. അത് ഇന്നലെയാണ് ചെരിഞ്ഞത്. അത്തരത്തിൽ ഇവിടെയൊക്കെ തന്നെയും വൈദ്യുതി തടസ്സം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെ കോഴിക്കോടിന്റെ മലയോര മേഖലകളിൽ മഴ കനത്ത് പെയ്യുകയാണ് എന്ന വിവരം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. മുക്കം, കാരശ്ശേരി, ഓമശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ താമരശ്ശേരി ചുരത്തിൽ ഗതാഗത തടസ്സം ഉണ്ടാകുന്നു. അവിടുത്തെ മരങ്ങൾ, അപകട സാധ്യതയുള്ള മരങ്ങളൊക്കെ തന്നെയും മുറിച്ച് നീക്കുകയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. 9ാം വളവിലാണ് ഈ മരങ്ങളൊക്കെ, അതായത് അപകട സാധ്യതയുള്ള മരങ്ങളൊക്കെ തന്നെയും മുറിച്ച് നീക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗതാഗത തടസ്സം അനുഭവപ്പെടുന്നു എന്നൊരു വിവരം കൂടി നമുക്ക് ലഭ്യമാകുന്നു. കൂടാതെ തന്നെ ഈ കോഴിക്കോടിന്റെ തീരദേശ മേഖല പ്രധാനമായും ഒരു മഴ പെയ്താൽ പുതിയാപ്പ, വെള്ളയിൽ തുടങ്ങിയ ഹാർബറിൽ താമസിക്കുന്ന, അതായത് തീരദേശ മേഖലയിൽ താമസിക്കുന്ന ആളുകളുടെ വീടുകളിലൊക്കെ തന്നെയും വലിയ രീതിയിലുള്ള വെള്ളം കയറാറുണ്ട്. അത്തരത്തിൽ പുതിയാപ്പയിലെ 3 വീടിന് മുകളിലാണ് ആൽമരം മറിഞ്ഞു വീണത്. ആ വീടുകളിലെ കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് 3 വാഹനങ്ങൾ നിർത്തിയിട്ടിരുന്നു. അതിലൊരു വാഹനത്തിന് നാശനഷ്ടമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ വീടിന്റെ മതിൽ ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് മരം വീണത്. ആളുകളൊക്കെ തന്നെയും വീടിനകത്തായതുകൊണ്ട് വലിയൊരു അപകടമാണ് ഒഴിവായത്. അതോടൊപ്പം തന്നെ കോഴിക്കോടിന്റെ നഗര മേഖലകളിൽ വലിയ രീതിയിൽ അതിശക്തമായി തന്നെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മഴ പെയ്താൽ നഗരം മുഴുവൻ വെള്ളത്തിലടിയിലാവുന്ന ഒരു അവസ്ഥയാണ്. ഈ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും കാര്യക്ഷമമായി നടത്താത്തതിനെതിരെ വ്യാപകമായ പ്രതിഷേധവും ജനങ്ങളുടെ ഭാഗത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നു. അതോടൊപ്പം തന്നെ വാഴകൃഷി ഉൾപ്പെടെ, ഏറ്റവും എടുത്തു പറയേണ്ടത് കോഴിക്കോട് ജില്ലയിൽ ഈ കനത്ത മഴയിൽ വാഴകൃഷി ഉൾപ്പെടെ നശിച്ചിട്ടുണ്ട്. 300-ലധികം വരുന്ന വാഴകൾ നശിച്ച ഒരു കർഷകനെ ഉൾപ്പെടെ നമ്മൾ കണ്ടിരുന്നു. സുബിൻ എന്ന കർഷകന്റെ വാഴയാണ് നശിച്ചത്. അത്തരത്തിൽ വലിയ രീതിയിലുള്ള അപകടം തന്നെ ഉണ്ടായിരിക്കുന്നത്. ഒരു 5-6 വീടുകളുടെ മുകളിൽ മരം വീഴുന്നു. ഭാഗികമായി ഗതാഗത തടസ്സമുണ്ടാവുന്നു. അതോടൊപ്പം തന്നെ വൈദ്യുതി നിലച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം. അടുത്ത വരും മണിക്കൂറുകളിൽ മഴ ശക്തമായി പെയ്യുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ ഇന്നലെ തന്നെ ഈ ബീച്ചുകൾ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ തന്നെയും ഇറങ്ങരുത് എന്നൊരു കർശന നിർദ്ദേശം കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. കൂടാതെ തന്നെ ക്വാറികളുടെ പ്രവർത്തനവും ജില്ലയിൽ നിരോധിച്ചിട്ടുണ്ട്. അനു, ടിൻഡുവിലേക്ക് എത്താം. ടിൻഡു, തെക്കൻ കേരളത്തിലെ സ്ഥിതി ഇപ്പോൾ എപ്രകാരമാണ്? എന്തായാലും പുതുക്കിയ മഴ മുന്നറിയിപ്പ് വരാനിരിക്കുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ നൗകാസ്റ്റായി നൽകിയിരുന്നു വിവിധ ജില്ലകളിൽ റെഡ് അലേർട്ട്. ശരിക്കും കണ്ണൂരും കാസർഗോഡും ദിവസത്തെ റെഡ് അലേർട്ട് ഇപ്പോഴും തുടരുക തന്നെയല്ലേ? അനു, കണ്ണൂരും കാസർഗോഡും ഈ ദിവസത്തെ വെതർ അപ്ഡേറ്റ് ആയിട്ടുള്ള റെഡ് അലേർട്ട് തുടരുകയാണ്. ദിനാന്തരീക്ഷ വ്യവസ്ഥയിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്ക് ആദ്യത്തെ 3 മണിക്കൂർ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരുന്നു. 10:30 കൂടി പുതിയ
അലേർട്ടുകൾ പുറത്തു വരും. അപ്പോൾ ഏതൊക്കെ ജില്ലകൾക്കാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത് എന്നുള്ളൊരു വിവരം ആ സമയത്തായിരിക്കും പുറത്തു വരിക. ഏതായാലും കഴിഞ്ഞ മണിക്കൂറുകളിൽ അതിശക്തമായി തന്നെ തെക്കൻ ജില്ലകളിൽ മഴ ലഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിച്ചിട്ടുണ്ട്. തുടർ മഴയാണ് ലഭിച്ചത്. അതോടൊപ്പം തന്നെ തീർച്ചയായും എന്തായാലും തലസ്ഥാനത്ത് മഴക്കെടുതികൾ രൂക്ഷമായ ഒരു സാഹചര്യമുണ്ട്. കാരണം രാത്രി മുഴുവനും തോരാതെ നിന്ന മഴ വരുത്തിയ നാശനഷ്ടങ്ങൾ ചെറുതല്ല. പലയിടത്തും മരങ്ങൾ കടപുഴകിയ ഒരു സാഹചര്യം. വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടത് വെളുപ്പിനെ പുലർച്ചെ വരെയാണ്, അല്ലെങ്കിൽ രാവിലെ വരെയും വൈദ്യുതി തടസ്സം നേരിട്ട പ്രദേശങ്ങളുണ്ട്. ഈ ഗ്രാമീണ മേഖലയിലും മലയോര പ്രദേശങ്ങളിലും ഒക്കെ നല്ല രീതിയിലുള്ള മഴയാണ് ഇപ്പോഴും തുടരുന്നത്. കാലവർഷം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടി ഇപ്രകാരം ന്യൂനമർദ്ദത്തിലെ മഴ കെടുതികൾ വരുത്തുമ്പോൾ ആശങ്കയിലാണ് എല്ലാവരും. ടിൻഡു, തുടരാം. ടിൻഡു, തുടരാം. അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് കഴിഞ്ഞ 2 ദിവസമായി തലസ്ഥാന ജില്ലയിലും തെക്കൻ ജില്ലകളിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ ലഭിക്കുമെന്നാണ് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുള്ളത്. 27-ാം തീയതിയോടുകൂടി കേരള തീരത്ത് മൺസൂൺ എത്തുമെന്നായിരുന്നു കാലാവസ്ഥാ കേന്ദ്രം പ്രവചിച്ചത്. പക്ഷേ 2 ദിവസത്തിന് മുന്നേ ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ, വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള കേരള തീരത്ത് അതിജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. 1.5 മീറ്റർ ഉയരത്തിൽ വരെ തിരമാലകൾ വീശി പതിച്ചേക്കാമെന്നൊരു മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നത് കൊണ്ട് മത്സ്യത്തൊഴിലാളികൾ അതീവ ജാഗ്രത പുലർത്തണം. പുലർച്ചെ 2 മണി മുതൽ രാവിലെ 11 മണി വരെയുള്ള സമയങ്ങളിൽ അതിരൂക്ഷമായിട്ടുള്ള തിരകയറ്റം ഉണ്ടാകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആ മേഖലയിൽ നിന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, മലയോര മേഖലയിൽ അനാവശ്യമായിട്ടുള്ള രാത്രികാല യാത്രകൾ വേണ്ട എന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. വിനോദസഞ്ചാരത്തിന് നിലവിൽ വിലക്കേർപ്പെടുത്തിയില്ല എങ്കിലും വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകുന്നവർ അതീവ സുരക്ഷാ ജാഗ്രതകൾ പാലിക്കണമെന്നുള്ളൊരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. വരുന്ന മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആദ്യത്തെ 5 ദിവസത്തെ മൺസൂണിന് മുന്നോടിയായിട്ടുള്ള ആദ്യത്തെ 5 ദിവസത്തെ കണക്കെടുക്കുമ്പോൾ വടക്കൻ ജില്ലകളിൽ ഏറ്റവും കൂടുതൽ അതിതീവ്രമായിട്ടൊരു മഴ ലഭിക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നത്. ഒറ്റപ്പെട്ട ശക്തിയായിട്ടുള്ള മഴയല്ല, തുടർച്ചയായിട്ടുള്ള മഴയാണ് ലഭിക്കുന്നത് എന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. 114.5 mm മുതൽ 224 mm വരെയുള്ള ഘനമീറ്റർ മഴ ലഭിക്കാനുമുള്ളൊരു മുന്നറിയിപ്പാണ് നമ്മൾ എഴുതി കാണിക്കുന്നത്. 4 ജില്ലകളിൽ റെഡ് അലേർട്ട് നൽകിയിരുന്നത് 3 മണിക്കൂർ നേരത്തേക്കാണ്. സമാനമായി തന്നെയാണ് 5 ജില്ലകളിലെ ഓറഞ്ച് അലേർട്ട് മുന്നറിയിപ്പും വന്നത്. പക്ഷേ ദിവസത്തെ മുന്നറിയിപ്പ് അലേർട്ട് നോക്കുകയാണെങ്കിൽ അത് 2 ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നത്. അത് ഇന്നലെ മുതലേ ആ ജില്ലകളിലെ മുന്നറിയിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കണ്ണൂരും കാസർഗോഡുമാണ് അത്. മറ്റു ജില്ലകൾക്കൊക്കെ മഴ അലേർട്ട് ഉണ്ട് താനും.